നമ്മളിൽ പല ആൾക്കാരും വിവിധ തരം വെയിറ്റ് ലോസ് ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് നിരാശപ്പെട്ടവരാണ് അല്ലേ? ചില ആൾക്കാർക്ക് ഭക്ഷണം കാണുമ്പം അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശരീരപ്രകൃതി കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും തൈറോയ്ഡ് പോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം ഒക്കെ ഈ വെയിറ്റ് ഗെയിൻ വരാറുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ ഈസി ആയിട്ട് പരിഹരിക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പ്രശ്നത്തെ നമുക്ക് അക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയറൽ തെറാപ്പി വഴി നമുക്ക് പരിഹരിക്കാം. എന്താണ് അക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയറൽ തെറാപ്പി എന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു പുതിയ തരം ചികിത്സാ രീതിയാണ്. നമുക്ക് ബിഞ്ച് ഈറ്റിംഗ്, അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ. ചില ആൾക്കാർക്ക് ടെൻഷൻ കൂടുമ്പം ഭക്ഷണം കഴിക്കുമ്പം ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. അങ്ങനെ പലതരം പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ വെയിറ്റ് ഗെയിൻ വരുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്ന ഒരവസ്ഥ വരുന്നത്. അപ്പം ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ നമുക്ക് മറികടക്കാം, അല്ലെങ്കിൽ നമ്മളിലൂടെ തന്നെ എങ്ങനെ അത് പരിഹരിക്കാം, നമ്മൾ തന്നെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളൊരു ചികിത്സാ രീതിയാണ്, പഠിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ അക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത്. നമ്മുടെ മാനയുടെ വിവിധ സെൻറ്ററുകളിൽ ഇത് അവൈലബിൾ ആണ്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കാലാവധി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ തുടരാൻ പറ്റുന്നതാണ്. അപ്പം ഇതോടൊപ്പം ഈ അക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയറൽ തെറാപ്പിയോടൊപ്പം ഹൈ ഡെൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്റ്റിമുലേറ്റർ, ഈ മൊഡാലിറ്റീസ് വഴി നമുക്ക് ശരീരം, ചില ആൾക്കാർക്ക് ചില പർട്ടിക്കുലർ ഏരിയ മാത്രം, അതായത് നമ്മുടെ വയറിൻ്റെ ഭാഗം മാത്രം, അല്ലെങ്കിൽ തൊടയുടെ ഭാഗം മാത്രം, അല്ലെങ്കിൽ കൈയുടെ ഭാഗം മാത്രം വെയിറ്റ് കുറയുക, അല്ലെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് കുറയുക, വണ്ണം കുറയുക എന്നുള്ള ആവശ്യമായിട്ട് വരാം. അല്ലെങ്കിൽ ഫുൾ ബോഡി ആയിട്ട് തന്നെ വെയിറ്റ് കുറയണം, അല്ലെങ്കിൽ മെഷർമെൻറ്റ് കുറയണം, വണ്ണം കുറയണം എന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അതിനെ സഹായിക്കാനായിട്ട് മസിലിനെ, ആ ഒരു പേശികളെ ടോണപ്പ് ചെയ്യാനും ഫാറ്റിനെ ബേൺ ചെയ്യാനും സഹായിക്കുന്ന മെഷീൻസാണ്, മൊഡാലിറ്റീസാണ് ഈ ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്റ്റിമുലേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റിനോടൊപ്പം നമുക്ക് എക്സസൈസസ് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം ഈ എക്സസൈസസ്, സ്ട്രെങ്തനിങ് എക്സസൈസസ്, ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് ആയിട്ടുള്ള തന്നെ കുറച്ചും കൂടെ ടോണപ്പ് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസസും കൂടെ നമ്മുടെ സെൻറ്ററിൽ നമ്മൾ പഠിപ്പിക്കും. അപ്പം ഈ വിവിധ തരം അപ്രോച്ചസ്, അതായത് ABT അപ്രോച്ച്, അക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയറൽ തെറാപ്പി, അതോടൊപ്പം മൊഡാലിറ്റീസ്, അതോടൊപ്പം എക്സസൈസസ്, ഈ 3 കോമ്പിനേഷൻ വഴി നമ്മൾ വെയിറ്റ് ലോസിനെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മൊഡാലിറ്റീസ് അല്ലെങ്കിൽ മെഷീൻസ് എന്ന് കേൾക്കുമ്പം നമുക്കൊരു പേടി ഉണ്ടാവും, സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിട്ട് വരുമോ എന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് തെറാപ്പി ആണെങ്കിലും, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്റ്റിമുലേറ്റർ വഴിയാണെങ്കിലും സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റുകളാണ്, വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. ഇതിന് നമുക്ക് US FDA അപ്രൂവൽ ഉള്ളതാണ്. പല യൂണിവേഴ്സിറ്റിയിലും സ്റ്റഡീസൊക്കെ നടത്തി, ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തി പ്രൂവൺ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. അതോടൊപ്പം നമുക്ക് വിവിധ തരം നമ്മുടെ വിവിധ സെൻറ്ററുകളിൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന പേഷ്യൻസ് ആണെങ്കിലും വളരെ ഹാപ്പി ആയിട്ടാണ് മടങ്ങുന്നത്. ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അതായത് വെയിറ്റ് കൂടുന്ന അവസ്ഥ അനുഭവിക്കുന്ന ആൾക്കാരിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്ററിൽ നേരിട്ട് വന്ന് ബോധ്യപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.